ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച അതിഥിയായി എത്തുന്നത് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജാണ്. രാജ്യത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നതെന്നാണ് വി.കെ. സനോജ് അഭിപ്രായപ്പെടുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് നിർണായകമായ സ്വാധീനം ചെലുത്താനും കഴിയും. തൊഴിലില്ലായ്മയാണ് ഈ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അത് ചിന്തിച്ചു വേണം വോട്ട് ചെയ്യാനെന്നാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് അഭിപ്രായപ്പെടുന്നത്. ഇവർ 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 1 വർഷം 2 കോടി പുതിയ തൊഴിൽ ഉണ്ടാക്കും എന്നാണ്. അങ്ങനെ 5 വർഷം കൊണ്ട് 10 കോടി തൊഴിൽ, ഇപ്പം 10 വർഷം കൊണ്ട് 20 കോടി തൊഴിൽ എന്നൊക്കെയായിരുന്നു വാഗ്ദാനം. മോഡിയോട് ഇന്ത്യയിലെ ചെറുപ്പക്കാർ ചോദിക്കുന്നത്, നിങ്ങൾ വാഗ്ദാനം ചെയ്ത തൊഴിൽ എവിടെ? മോഡിജി, വേർ ഈസ് മൈ ജോബ് എന്ന ചോദ്യം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായി അലയടിച്ചു വരികയാണ്. അപ്പോൾ തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞവർ ജനങ്ങളെ, യുവജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തത്, കരാർ അടിമകളാക്കി മാറ്റുകയാണ്. ബി.ജെ.പിയെ നേരിടാൻ കോൺഗ്രസിന് കഴിയില്ല എന്ന് തറപ്പിച്ചു പറയുകയാണ് വി.കെ. സനോജ്. മുസ്ലിം ലീഗിനടക്കം വലിയ പ്രതിഷേധം കോൺഗ്രസിനെതിരെ ഉണ്ട്. അതൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. മുസ്ലിം ലീഗിലെ ഒരു പ്രബലമായ ഒരു വിഭാഗം അവർ ഈ കോൺഗ്രസിൻ്റെ പാപ്പരത്വത്തെ പല ഘട്ടങ്ങളിലും അതിനകത്ത് അസ്വസ്ഥത പ്രകടിപ്പിച്ചവരാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ കോൺഗ്രസിന് ബി.ജെ.പിക്ക് ബദലായ ഒരു ശക്തിയായി മാറണമെങ്കിൽ ഉറച്ച മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കണം. ആ മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ച് അതിനു പിന്നിൽ ആളെ അണിനിരത്തിയാൽ മാത്രമേ ബി.ജെ.പിയെ പരാജയപ്പെടുത്താൻ വേണ്ടി കഴിയൂ. ബി.ജെ.പിയുടെ ബി ടീമായിട്ട് ഈ കളി കളിച്ചാൽ ഉള്ള കോൺഗ്രസിലെ അവസാനത്തെ അണിയും ബി.ജെ.പിയിലേക്ക് പോകും. എസ്.എഫ്.ഐക്കും ഡിവൈഎഫ്ഐക്കുമെതിരെയൊക്കെ ഉയരുന്ന ആക്ഷേപങ്ങളിൽ ഒരടിസ്ഥാനവുമില്ല എന്ന് വി.കെ. സനോജ് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ എസ്.എഫ്.ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾക്കെതിരെ വരുന്ന ആക്ഷേപങ്ങൾ നാം ചർച്ച ചെയ്യേണ്ടതുമാണ്. ഈ കാലഘട്ടത്തിൽ പലവിധ മൂല്യച്യുതികളും എല്ലാവരിലും സംഭവിക്കുന്നുണ്ട്. അത് ആ സംഘടനയിലും ഉണ്ടായേക്കാം. ഇപ്പോൾ ഡിവൈഎഫ്ഐ നടപ്പാക്കിയിട്ട് പൊതിച്ചോർ പദ്ധതി, അത് കേരളീയ സമൂഹം ഒന്നുകൂടെ ഏറ്റെടുത്ത പദ്ധതിയാണ്. അത് ഞങ്ങളുടെ മാത്രം ഉത്തരവാദിത്തത്തിൽ നടക്കുന്നതല്ല. കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിശ്വസിക്കുന്ന ആളുകൾ ഒരു നാടൊന്നടങ്കം ഏറ്റെടുത്ത പദ്ധതിയാണ്. ഇപ്പോൾ എസ്.എഫ്.ഐയെയും ഡിവൈഎഫ്ഐയും എല്ലാം എല്ലാ കാലത്തും ഇവിടെയുള്ള വലതുപക്ഷ മാധ്യമങ്ങളും എല്ലാവരും അതിശക്തമായി കടന്നാക്രമിച്ച അനുഭവം മാത്രമേ ഉള്ളൂ. ഒരു തെറ്റും ഒരു അപകടവും സംഭവിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം പുതിയ കാലമാണ്. അപ്പോൾ ആ കാലത്തിലുണ്ടാവുന്ന പലതരത്തിലുള്ള മൂല്യച്യുതികൾ അത് വിദ്യാർത്ഥികളെ ബാധിക്കും, അത് എസ്.എഫ്.ഐയെ ബാധിക്കും. എസ്.എഫ്.ഐ എന്ന ഒറ്റപ്പെട്ടൊരു തുരുത്തിൽ അങ്ങനെ മാറി നിൽക്കുന്ന ഒരു സംവിധാനമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കറക്റ്റ് ചെയ്ത് പോകണം എന്നുള്ളതാണ്. അതൊക്കെ കറക്റ്റ് ചെയ്ത് പോകാനാവശ്യമായ ശേഷിയും ആ സംഘടനക്കുണ്ട്. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജുമൊത്തുള്ള ക്വസ്റ്റ്യൻ അവർ മാർച്ച് 24 ഞായറാഴ്ച രാത്രി 9 മണിക്ക് കണ്ണൂർ വിഷനിൽ. മറക്കാതെ കാണുക ക്വസ്റ്റ്യൻ അവർ.